ഹായ് ഓൾ. മാർച്ച് 3 ലോക കേൾവി ദിനം. ഇതോടനുബന്ധിച്ച് ഈ ആഴ്ച നാഷണൽ ഹിയറിംഗ് അവെയർനെസ് വീക്ക്, അതായത് രാജ്യമൊട്ടാകെ കേൾവിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അവെയർനെസ് വീക്ക് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതിലൂടെ ഇന്ന് ഹെഡ്ഫോൺസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഹെഡ്ഫോൺസ് ഉപയോഗിക്കാറുണ്ടല്ലോ. അത് പലപ്പോഴും ഓവർ ദ ഇയർ ഹെഡ്ഫോൺ ആവാം, അല്ലെങ്കിൽ ഈ ബഡ്സ് അകത്തോട്ട് വയ്ക്കുന്ന രീതിയും ചെയ്യാറുണ്ട്. അകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഹെഡ്ഫോൺ, ഇതിലേതാണ് ബെറ്റർ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഹെഡ്ഫോൺ ഏത് തന്നെയാണെങ്കിലും 60% കൂടുതൽ വോളിയം കൂടാൻ പാടില്ല. ആൻഡ് 60 മിനിറ്റിൽ കൂടുതൽ അറ്റ് എ ടൈം ഒരിക്കലും ഹെഡ്ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഈ രണ്ട് റൂളും എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇതിനെയാണ് 60-60 റൂൾ എന്ന് പറയുന്നത്. 60-60. ആൻഡ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, ഓവർ ദി ഇയർ ഹെഡ്ഫോൺ വെക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് വെക്കുന്നത് പുറത്തോട്ടാണല്ലോ, ചെവിയുടെ പുറത്തോട്ടാണ്, അകത്തോട്ട് കയറുന്നില്ല. അകത്തോട്ട് കയറ്റി വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചെവിയിൽ നിന്നുള്ള അഴുക്ക് ഒക്കെ നോർമലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുകയും അതുമൂലം കൂടുതൽ ചെവിക്കായും വാക്സും വന്ന് നിറഞ്ഞ് അടയാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ ദ ഇയർ ഹെഡ്ഫോണാണ് ഈ അകത്തോട്ട് വയ്ക്കുന്ന ഹെഡ്ഫോണിനേക്കാളും ബെറ്റർ. നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺ, അതായത് നമുക്ക് പുറത്തുനിന്നുള്ള ശബ്ദമൊന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ നോയിസ് ക്യാൻസൽ ചെയ്യുന്ന രീതിയിലുള്ള ഹെഡ്ഫോൺസ് ഉണ്ട്. നമ്മൾ യൂഷ്വലി ഹെഡ്ഫോൺസ് വയ്ക്കുമ്പോൾ എന്ത് പറ്റും, പുറത്ത് ചുറ്റുപാടുമുള്ള ശബ്ദം കൂടുതലാണെങ്കിൽ നമ്മളതനുസരിച്ച് വോളിയം കൂട്ടി വയ്ക്കുമല്ലോ. ആ ഒരു പ്രവണത ഒഴിവാക്കാൻ ഈ നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നതാണ്.